മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒന്നാം ഘട്ട പദ്ധതികളുടെ ഉദ്ഘാടനം ജൂൺ 27 വൈകിട്ട് 4 നടക്കും. മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിക്കും. P. ഉബൈദുള്ള MLA ചടങ്ങിൽ അധ്യക്ഷനാകും. ET മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥിയാകും. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ MK റഫീഖ, ജില്ലാ കളക്ടർ VR വിനോദ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എന്നിവർ സംബന്ധിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 3 സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും പ്രവൃത്തി ഉദ്ഘാടനവും അന്ന് നടത്തിയത്. 2.15 ഏക്കർ സ്ഥലത്താണ് 4 നിലകളിലായി കെട്ടിടം ഒരുക്കിയിട്ടുള്ളത്. മലപ്പുറം KSRTC ഡിപ്പോയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചു വരും. അതിനെ തുടർന്ന് അന്നത്തെ ഗവൺമെന്റ് 7,90,00,000 രൂപ ഇതിനു വേണ്ടിയാണ് 2016 ജനുവരി 2 അന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ശിലാസ്ഥാപന കർമ്മവും അന്ന് ഗവൺമെന്റ് അനുവദിച്ച ആ 7,90,00,000 രൂപയുടെ പ്രവൃത്തി കഴിഞ്ഞ് 4 നില സ്ട്രക്ചർ പണിയൊക്കെ പൂർത്തീകരിച്ചു. പിന്നീട് ഫണ്ടൊന്നും ലഭിക്കാത്തത് കൊണ്ട് പാതി വഴിയിൽ പ്രവർത്തനം നിലച്ചു. അങ്ങനെ വരുമ്പോഴാണ് 2022-23 വർഷത്തിൽ MLAയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ 2 കോടി രൂപ ഇതിനു വേണ്ടി അനുവദിച്ചു. ആ 2 കോടി രൂപ ചെലവിൽ 1-ാം നിലയും അതുപോലെ യാർഡും ഇപ്പൊ നവീകരിച്ച് ഇതിന്റെ 1-ാം ഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനമാണ് മറ്റന്നാൾ 27 വൈകുന്നേരം 4 മണി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ നിർവഹിക്കും. ഇത് യാഥാർത്ഥ്യമാകുന്ന ഈ വേളയിൽ നല്ല രീതിയിലുള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റന്നാളെ 3 മണിക്ക് ഈ കലക്ടറുടെ ബംഗ്ലാവ് പരിസരത്ത് നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. ആ ഘോഷയാത്രയിൽ മലപ്പുറത്തെയും പരിസര പ്രദേശങ്ങളിലുള്ള വിദ്യാലയങ്ങളിലെ ഓർഷൻ ഗെയിംസ്, അതുപോലെ JRC, പിന്നെ SPC, അവിടുത്തെ ബാൻഡ് ട്രൂപ്പുകൾ തുടങ്ങി വിദ്യാലയങ്ങളിലെ പ്രധാനപ്പെട്ട സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിൽപ്പെട്ട വളണ്ടിയർമാരാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. മറ്റ് കോൽക്കളി, ദപ്പമുട്ട് തുടങ്ങിയിട്ടുള്ള കളരിപ്പയറ്റ്, ശിങ്കാരിമേളം, ബാൻഡ് വായം തുടങ്ങി എല്ലാവിധ കലാരൂപങ്ങളോട് കൂടിയാണ് ഈ ഘോഷയാത്ര നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഘോഷയാത്ര അവിടെ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക്, ഇത് 1-ാം ഘട്ട ഉദ്ഘാടനം, നമുക്കിനി പൂർത്തീകരിക്കേണ്ടത് തുടർ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ 5 കോടി രൂപ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 5 കോടി രൂപയുടെ ഫയൽ ഭരണാനുമതിക്കായി നമ്മുടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിഗണനയിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ടു. അധികം താമസിയാതെ ആ 5 കോടി രൂപയുടെ ഭരണാനുമതി കൂടി ലഭിച്ചാൽ ഇപ്പൊ 4 നില കെട്ടിടത്തിൽ ഇനി അവശേഷിക്കുന്ന 2 നിലയുടെ പൂർത്തീകരണവും അതോടൊപ്പം റീറ്റെയിനിങ് വാളിന്റെ നിർമ്മാണവും നടത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടി വരുമ്പോൾ ഫുൾ സിംഗിൾ KSRTC ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കാനുള്ള സൗകര്യങ്ങൾ, ശൗചാലയം, ബസ് ബേ, യാർഡ് തുടങ്ങിയവയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അധിക വരുമാനം ലക്ഷ്യമാക്കി വാണിജ്യ ആവശ്യങ്ങൾക്കായി 14 കടമുറികളും നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ 13 റൂമുകൾ ലേലം ചെയ്ത് കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.